ഹായ്, വൈകുന്നേരം 4 മണിയായി. അപ്പം നമുക്ക് പോയിട്ട് കാപ്പിയും കടുങ്കാപ്പിയും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക. നമുക്ക് ആദ്യം കെറ്റിലിനകത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാകാൻ വേണ്ടി വെക്കാം. വെള്ളം കെറ്റിലിനകത്ത് ഒഴിക്കാം. കാപ്പിക്ക് വെള്ളം വെക്കാം. ഒരു കപ്പ് കാപ്പി മതി. വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അടച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെക്കാം. വെച്ചു ഓണാക്കി. അപ്പോൾ അത് അവിടെ നിന്ന് ചൂടാകട്ടെ. അന്നേരം തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി അതുണ്ടാകാം. കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം എടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചാട്ടോ ഉണ്ടാക്കുന്നു. കുറച്ച് അവലോസ് പൊടി ഇരിപ്പുണ്ട്. കുറച്ച് അവലോസ് പൊടി നമുക്ക് അതിനകത്തോട്ടിടാം. അപ്പോൾ അവലോസ് പൊടി എടുത്തിട്ടുണ്ട്. അവലോസ് പൊടി നമ്മൾ വാങ്ങിച്ച പാത്രം അടച്ച് വെച്ചേക്കുക. കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ചിട്ട് കുറച്ച് കഴിച്ചു. ഇനി കുറച്ചുണ്ട്. അപ്പോൾ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയപ്പം ഇങ്ങനെ ഒരു മിക്സ് കണ്ടു. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ അവലോസ് പൊടി എടുത്തു, പാത്രം എടുത്തു. ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്കിടാം. അവലോസ് പൊടി ഇടാം. നമുക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതിനകത്തോട്ടിടാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് 4 സ്പൂൺ അവലോസ് പൊടി ഇടാം. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതെന്തെങ്കിലും മതി കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഞാൻ ഇവിടെ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കുക. ഇത് കുറച്ച് കടലയും കുറച്ച് കപ്പലണ്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചാൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഇതിടുന്നു. കപ്പലണ്ടി മാത്രം ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും ഇടുന്നത്. അപ്പം അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കാറ്റ് കയറാതെ അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടെന്നല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ ഉണ്ടോ ഒക്കെ ഇടാം. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പം കുറച്ച് ഡേറ്റ്സ് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞിട്ട് അത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 3-4 എണ്ണം 3-4 എടുത്തിട്ട് ഇത് അരിയണം. അരിഞ്ഞിട്ടാണ് ഇടാനേ. കുരു കളഞ്ഞിട്ട് ഇത് അരിഞ്ഞിട്ട് കിണ്ണത്തിൽ ഇടാം. അപ്പോൾ നമുക്കിനി അരിയാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി അത് അരിഞ്ഞെടുക്കാൻ പോകട്ടെ. എന്തൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ ഇത് കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞിട്ട് നമുക്കിങ്ങനെ രണ്ടാക്കിയിട്ട് കുരു നമുക്ക് വേണ്ട. കുരു നമ്മൾ മാറ്റി വെച്ചു. നമ്മളെല്ലാം കീറി കുരു മാറ്റി അതിന് കുരു നമ്മളെടുത്ത് മാറ്റി വെച്ചു. കുരു നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചു. നമ്മളതിന് ചെറുതായിട്ട് അരിയുക. ഇങ്ങനെ
അരിയുമ്പോൾ നമ്മുടെ പിച്ചാത്തിൽ ഒട്ടിപ്പിടിക്കും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അരിഞ്ഞ് അങ്ങനെ നമുക്ക് എല്ലാം അതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ചത്തി വെച്ചിട്ട് ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരിക്കും. ഇത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കേട്ടോ, വൈകുന്നേരമൊക്കെ. കാരണം അതിനകത്തിലെല്ലാം വേണ്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഡേറ്റ്സ് ആണെങ്കിലും കടലയാണെങ്കിലും കപ്പലണ്ടിയും പിന്നെ അവലോസ് കൂടി. പിന്നെ നമ്മളിതിൽ ഇച്ചിരി തേൻ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. നമ്മൾ ഈന്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വിശ്വാസത്തിൽ ഇത് പൊട്ടിപ്പിടിക്കും. ഇത് കണ്ടില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഈന്തപ്പഴം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ ഈന്തപ്പഴം ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈന്തപ്പഴം എടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തിൽ അവലോസ് പൊടി, ഈന്തപ്പഴം, കപ്പലണ്ടി, കടല ഒക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പം പറഞ്ഞ പോലെ തേനെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എടുത്ത തേനാണ്. നമുക്ക് തേനീച്ചയുണ്ട്, അപ്പം വെട്ടി വയ്ക്കാനുണ്ട്. നമ്മുടെ സ്വന്തം തേന, നാടൻ തേന, പൻതേന. നമ്മൾ തേനുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി തേനും കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം. തേൻ ഒത്തിരി വേണമെന്നില്ല. തേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒത്തിരി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തേൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട്. തേനും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. തേൻ ആർക്ക് വെള്ളം കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. തേൻ ഔഷധഗുണമുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മളൊരു 2 സ്പൂൺ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ. നമുക്കിനി നല്ലപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. നമ്മളിതിനകത്തിൽ അവലോസ് പൊടി ഇട്ടു, ഈന്തപ്പഴം ഇട്ടു, കപ്പലണ്ടി ഇട്ടു, പിന്നെ കടല. നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് തന്നെ ഫുള്ള് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് 4 മണിക്ക് ഞാനിപ്പം കയ്യിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മളിത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതൊന്നുമല്ല. എന്നിട്ടെന്തെങ്കിലും കഴിക്കാനേ കാപ്പിയുടെ കൂടെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അത് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ കഴിക്കുന്ന പതിവുണ്ടല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഇതൊക്കെ വെച്ച് ഇപ്പം നമുക്കിതാണ് ഏറ്റവും സിമ്പിളായിട്ടും ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ചെയ്യുക. ഇപ്പം ഇങ്ങനത്തെ ഇതെല്ലാം വേണമെന്നില്ല, ഉള്ളത് വെച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇല്ല, 1-2 സാധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. തേനുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് വൈകിട്ട് കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം.
കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ. നമുക്കിതിങ്ങനെ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കാപ്പി, നമ്മൾ വെള്ളം ചൂടാക്കാൻ പറ്റില്ല, വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് കാപ്പിയും കൂടെ ആക്കിയിട്ട് അതും ഇതും കൂടെ കഴിക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത്, നമ്മുടെ വെള്ളം ചൂടായിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം. പഞ്ചസാര എടുത്തു, പഞ്ചസാര, കാപ്പിപ്പൊടി, കപ്പ് വെച്ചിട്ട് നമുക്ക് കാപ്പിപ്പൊടി ഇടാം. കപ്പിലോട്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടു. പഞ്ചസാര മധുരം ആവശ്യമുള്ളത് പഞ്ചസാര, മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാതെ കാപ്പി ഉണ്ടാക്കാം. നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുകയാണേ. നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മുടെ കാപ്പി റെഡി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിമിഷം നേരം കൊണ്ടാണ് കടും കാപ്പി. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ചിലർ ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇട്ട് കുടിക്കത്തില്ല. ഇച്ചിരി ചൂടുവെള്ളം, കാപ്പിപ്പൊടി, പഞ്ചസാര, കടുങ്കാപ്പി റെഡി. നമുക്ക് കടുങ്കാപ്പിയും റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സ്. പിന്നെ എനിക്ക് പേരൊന്നും അറിയത്തില്ല, പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കിയതല്ലേ. നമുക്കിതും കാപ്പിയും കൂടെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.